യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു അറിവ് തെളിയിക്കാനോ ഒന്നുമുള്ള ഒരു പരിശ്രമമല്ല. ഞാൻ ഈ വിഷയത്തെ ഒന്ന് വളരെ നിഷ്പക്ഷമായിട്ട്, അതായത് നമ്മൾ മനസ്സിലൊരു ഒപ്പീനിയൻ വെക്കാതെ, പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ വെക്കാതെ, ഇതെന്താണ് യഥാർത്ഥ ഇതിൻ്റെ ഒരു കാര്യം, നമുക്കൊരു ഫ്രീഡവും ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഒരു ശാന്തിയും നമ്മുടെ വിശ്വാസവും എല്ലാം ഉറച്ച് നമുക്ക് ഈ ഒരു ഗുരുമാർഗത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ നിഷ്പക്ഷമായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഞാനൊരു വിമർശന സ്വഭാവത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നെങ്കിൽ അത് ആരെയും പേഴ്സണലായിട്ടല്ല, ആ കാര്യങ്ങളെ, ഈ സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ അഥവാ പറഞ്ഞാൽ പോലും ആ വിഷമങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് തള്ളിക്കളയണം. ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള വിഷമങ്ങളും മറ്റ് പരാതികളും ഒക്കെ അങ്ങ് തള്ളിക്കളയണം. പിന്നെ പൊതുവെ ഇപ്പോൾ ഞാൻ ചില അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ചില ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെപ്പോലും ആരും സ്വീകരിക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വീകരിക്കേണ്ട. ഇപ്പം ഞാൻ ഈ ഒബ്സർവേഷൻ നടത്തണമെന്ന് പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറയുന്നതോ ഈ നമ്മൾ കേൾക്കുന്നവരോ നമ്മൾ ആര് ധരിച്ചേക്കുന്ന കാര്യവും സത്യമല്ലാതാവുകയാണ്. കാര്യം ആധ്യാത്മികമായിട്ട് സമാധി സ്വഭാവത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയുമ്പോൾ നമ്മൾ ആരും ധരിച്ച കാര്യങ്ങൾ സത്യമല്ലാതെ തന്നെ ആവും. എല്ലാവർക്കും ആശ്ചര്യകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യം, ഒരു ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഒരു മിസ്റ്റീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ധാരണ തെറ്റാവുമ്പോൾ ഈ കാര്യം ഇത് മനസ്സ് ഒടുങ്ങുമ്പോൾ, നമ്മൾ ഈ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്ന ഈ മനസ്സ് ഒടുങ്ങുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഒരു സത്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ധാരണ എടുക്കണ്ട. ഞാനും ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലാതെ ഞാൻ പറയുന്ന ഒന്നും എടുക്കണ്ട. ഇപ്പോൾ ആരാധനാ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആരാധനാ സ്വഭാവങ്ങൾ തെറ്റാണെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഗുരുമാർഗത്തിൽ വരുമ്പോൾ ഗുരുമാർഗത്തെ നിഷേധിച്ചു കൊണ്ടുള്ള ആരാധനാക്രമങ്ങൾ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഗുരുമാർഗത്തിൽ ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രാണ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മറ്റ് സൂക്ഷ്മ സങ്കല്പ സ്വഭാവങ്ങളൊക്കെ ആരാധിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഗുരുവിൻ്റെ ജീവബോധം അല്ലെങ്കിൽ ഗുരു ജീവാത്മാ പരമാത്മാ എന്ന തലത്തിൽ ഗുരുവിൻ്റെ ജീവൻ്റെ പ്രതിഷ്ഠയാണ് ആ അടുത്ത ഗുരുവിലൂടെ മനുഷ്യരൂപത്തിൽ നടത്തിയേക്കുന്നത്. അപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയെ അല്ലെങ്കിൽ ആ സ്വരൂപത്തെ നിഷേധിച്ചതിന് ശേഷം നമ്മൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായി പോകുന്നുള്ളതാണ്. ശരിയായ കാര്യങ്ങൾ പോലും തെറ്റായി പോകും. എന്നാൽ ആ ശരിയെ, പരമമായ ശരിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തെറ്റായ കാര്യങ്ങൾ പോലും ശരിയാവാൻ സാധ്യതയുണ്ട്. അതാണ് ആ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഉള്ള ആരാധനാക്രമങ്ങളും അല്ലെങ്കിൽ ലോകത്തിൽ ഇന്നുവരെ നിലനിന്നിട്ടുള്ളതും വന്നതും സംഭവിച്ചതും എല്ലാത്തിനെയും